ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കി ഞങ്ങൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയൊരു റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോറ് വേണം, മുട്ട വേണം, പിന്നെന്താ വേണ്ടേ, ചോറ്, മുട്ട, ഉള്ളി ചതച്ചത്, പച്ചമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, എണ്ണ, ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു മുട്ടച്ചോറ് അങ്ങനെയും പറയാം, മുട്ടച്ചോറ് തോരൻ പുതിയതായിട്ട് പേരൊക്കെ ഇട്ട് കേട്ടോ ഉണ്ടാക്കുവാണേ. അപ്പം നല്ല ആദ്യം വിചാരിച്ചൊരു പക്ഷേ ഉള്ളി വഴറ്റുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു ടേസ്റ്റ് കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. കാണുമായിരിക്കും എന്നല്ല, ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അണ്ണന് മുട്ട വെച്ചുള്ള റെസിപ്പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അണ്ണനാണ് അത് ചെയ്യുന്നത്, എൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ അണ്ണന് തേങ്ങ, അതായത് കടുക് വറുത്തതിനകത്ത് ഉള്ളിയും മുളകും കൂടി ഇട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് തേങ്ങ തിരുമ്മിതിട്ട് വഴറ്റുവാണ്. അപ്പം ഞാനിവിടെ പപ്പടം പൊള്ളിച്ച് വെച്ചേക്കുന്നത് കണ്ടു. അപ്പം ഞാൻ അണ്ണോട് ചോദിച്ചാൽ ഇച്ചിരി പപ്പടം കിട്ടാലോ. അണ്ണൻ പറയാം ശരിയാടി, പപ്പടം കിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെ പൊള്ളിച്ച് വെച്ചേക്കുന്ന പപ്പടം 2 പൊടിച്ചതിനകത്ത് ചേർത്തു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പ് ഇട്ടതിന് ശേഷം മുട്ട പൊട്ടിച്ച് 2-3 മുട്ട പൊട്ടിച്ചതിനകത്ത് ഒഴിച്ചിട്ട് അപ്പം പതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൂടെ വേണമെന്ന്. അപ്പം 3 മുട്ട പൊട്ടിച്ചതിനകത്ത് ഒഴിച്ചു. അതിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മുട്ടത്തോരൻ ഉണ്ടാക്കത്തില്ല, അതേപോലെ ചിക്കി തോർത്ത് ഇങ്ങനെ എടുക്കും കേട്ടോ. അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചേർത്ത സാധനമാണ് ചോറ്. ഒരു 2 തവി ചോറ് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സംഭവം മുട്ടച്ചോറൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേന് പപ്പയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിനകത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കേട്ടോ. ഞങ്ങൾ കഴിച്ചു, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ അതിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.